നമ്മള് നോവല് കയറിപ്പോരനാണ് ഇതിന് കേൾക്കാൻ പറഞ്ഞപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി ആയ കേട്ടോ ആലാ നിഅമിൻ അള്ളാഹുവിന്റെ നിയമത്തുകളുടെ മേലിൽ പിന്നെന്താ ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഞാനിലൊക്കെ കേട്ടാടാ അഹ്മദുക അല്ലാഹുമ്മ ജമ്മു നിഅമത്തി നഹ്മദുക അല്ലാഹുമ്മ അലാ നിഅമിൻ നിയമത്തിന്റെ എമ്മാണ് നിഅമ് അനുഗ്രഹം എന്നാണ് ഇപ്പൊ നേരെ അർത്ഥം നിയമത്തിന്റെ അമ്മാവുമ്പോ നിഅമ അനുഗ്രഹങ്ങൾ അനുഗ്രഹം ചെയ്യൽ എന്നാണ് ഉദ്ദേശം അനുഗ്രഹത്തിന്റെ മേലിൽ സ്തുതിക്കുന്നു എന്നുള്ളതിന് അർത്ഥം വെച്ചാൽ എന്താ ബിമാന ഇൻആമിൻ അള്ളാഹുവിന്റെ സ്തുതിക്കല് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം ചെയ്യലുമല്ല എനിക്ക് വേണ്ടിയത് ഒരു പ്രവൃത്തി ഇങ്ങോട്ട് ചെയ്തതിനെ അങ്ങോട്ട് സ്തുതിക്കാം അനുഗ്രഹങ്ങളുടെ മേലിൽ എന്ന് പറയുമ്പോ അനുഗ്രഹം ചെയ്യന്റെ മേലിൽ എന്നാണ് പിന്നെ അലിസ്ലാമ് കൊടുത്ത് പറഞ്ഞില്ല അലാ നിഅമിന്ന് പറഞ്ഞു തങ്കീറു നെക്കിറയാക്കി പറയലാകുന്നത് ബൗദ്ധാണ് ധാരാളം നിയമത്തുകൾ എന്ന അർത്ഥം കിട്ടാണ് വലിയ നിയമത്തൊന്നും അർത്ഥം കിട്ടും തൻവീൻ കൊടുത്ത് പറഞ്ഞാല് രണ്ടർത്ഥം കിട്ടലുണ്ട് തക്സീറിന്റെ അർത്ഥം കിട്ടും ഇവിടെ അത് രണ്ട് ഉദ്ദേശമാണ് അപ്പൊ എന്താവും അർത്ഥം തക്സീറും താലീമും അലാനിയാമിൽ അലാനിയാമിന്റെ അർത്ഥം എന്താവും ഇൻആമാത്തിൻ അനുഗ്രഹം ചെയ്യലുകളുടെ മേലിൽ കസീറത്തിൻ അലീമത്തിൻ ധാരാളം അലീമായ എന്നൊക്കെ അർത്ഥം കിട്ടും പിന്നെ അതന്നെ നിഅമിന്റെ അർത്ഥം അല ഇനാമാത്തിൻ കസീറത്തിൻ അലീമത്തിൻ അലീമത്തിൻ എന്നൊക്കെ അർത്ഥം കിട്ടുമോ തൻവീനിന്ന് കസീറത്തിന് അർത്ഥം കിട്ടും പിന്നെ നിയമത്തിന് ഇൻആമെന്ന് അർത്ഥം വന്നല്ല മിൻഹ അള്ളാഹു ചെയ്ത നിയമത്തുകളിൽ പെട്ടതാണ് ഈ ഹാദൽ കിതാബി ഈ കിതാബ് രചിക്കാൻ വേണ്ടി തോന്നിപ്പിക്കല് ഇൽഹാം തോന്നിപ്പിക്കല് പൊട്ടെങ്കിൽ വിരാന്തായ മിൻഹ നിയമത്തുകളിൽ പെട്ടതാണ് പിന്നെ എവിടുക്കാടാ പൊട്ടങ്ങളിൽ പിന്നെ അലാ നിഅമിന്റെ അലയാകുന്നത് നഹ്മദുവിന്റെ സിലയാണ് നഹ്മദിനോടാണ് അതിന്റെ താലൂക്ക് അലാ നിഅമിന്റെ താലൂക്ക് എങ്ങോട്ടാണ് അല എന്നത് സിലത്തു നഹ്മദു ഇതിനോടാണ് അതിന്റെ ബന്ധം സിലത്ത് പറഞ്ഞാല് മുത്തവല്ലക്ക് എന്നർത്ഥം വസല ചേര് അതിന് ബന്ധപ്പെടുന്നത് മുസന്നിഫ് ഇന്നമ ഹമീദ മുസന്നിഫ് സ്തുതിച്ചു മാതിയാണ് മുസന്നിഫുക്ക് മുതൽ മറന്നു അലന്യാമി നിയമത്തുകളുടെ മേലിൽ സ്തുതിച്ചു അതിന്റെ പകരത്തില് എന്നർത്ഥം നിയമത്തുകളുടെ മേലില് എന്ന് പറഞ്ഞാല് മേലില് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം അതിന്റെ പകരത്തിലായിട്ട് ലാമത്തിലൊക്കെ നിരുപാധികമായിട്ട് സ്തുതിച്ചില്ല
എന്നലവല കാരണം മുക്കാബലയിൽ സ്തുതിക്കൽ നിയമത്തിന്റെ മുക്കാബലയിലുള്ള അവലായ സ്തുതിക്കല് വാജിബാണ്, രണ്ടാമത്തെ മന്ദൂബാണ്. അപ്പൊ അതിനെ വാജിബിനെ പ്രത്യേകം പറഞ്ഞതാണ് മർത്തം. ഇനി യുഅ്ദിനുൽ ഹംദു എന്ന് പറയാൻ പോണത്. നഹ്മദുക്കല്ലാഹുമ്മ, നമ്മൾ സ്തുതിക്കുന്നു അല്ലാഹുവേ നിന്നെ. പിന്നെന്താ? അലാ നിഅമിൻ, നിഅമത്തുകളുടെ മേലില്. പിന്നെ യുഅ്ദിനുൽ ഹംദു, എങ്ങനെയുള്ളതായ നിയമത്തുകള് അതിന്റെ സിഫത്താണ്. വസഫൻ നിയമ, നിയമത്തുകൾക്ക് വിശേഷണം പറയണം. അലാ നിഅമി, നിയമത്തുകളുടെ മേല്. യുഅ്ദിനുൽ ഹംദ, യുഅ്ദിനുൽ നിഅമ, വസഫൻ നിഅമ, നിയമത്തിന് വിശേഷണം പറയുന്നു ഒന്നുകൊണ്ട്. ഹുവ ബിമ ഒന്നുകൊണ്ട്, ഒരു വിശേഷണം കൊണ്ട്. ഹുവ, ആ വിശേഷണം ഷൈനുഹ, നിയമത്തുകളുടെ ഷൈനാണ്. സമീർ മടക്കേണ്ടടുത്ത് മടക്കിയാൽ അർത്ഥം ശരിയാവുന്നു. വസഫൻ നിയമ, നിയമത്തുകൾക്ക് വിശേഷണം പറഞ്ഞു. ബിമ, ഒരു വിശേഷണം കൊണ്ട്. ഹുവ, ആ വിശേഷണം നിയമത്തുകളുടെ ഷൈനാണ്. നിയമത്തുകൾക്ക് ഷൈനായ ഒരു വിശേഷനാണ് ഇനി പറയണേ. എന്താടാ പറഞ്ഞത്? അവൻ വസഫൻ നിയമ, നിയമത്തുകൾക്ക് വിശേഷണം പറഞ്ഞു. ബിമ, ഒരു വിശേഷണം കൊണ്ട്. ബിമ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷനാണ്. ആ ഒരു വിശേഷണം ഷൈന, നിയമത്തുകളുടെ ഷൈനാണ്. ബിഖൗലി എന്ന് പറയാനുള്ള വാക്കുകൊണ്ടാണ് വിശേഷണം പറയുന്നത്. എങ്ങനെയുള്ള നിയമത്തുകൾ? അലൈഹ, ആ നിയമത്തുകളുടെ മേലുള്ള ഹംദ് അറിയിക്കും. വിദ്യാദിഹ, നിയമത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നറിയിക്കും. നിയമത്തുകളുടെ മേലെ ഞങ്ങള് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എങ്ങനെയുള്ള നിയമത്താണ്? യുഅ്ദിനുൽ ഹംദു അലൈഹ, ആ നിയമത്തുകളുടെ മേലെ ഹംദ് അറിയിക്കുന്നതായ. എന്തുകൊണ്ട്? വിദ്യാദിഹ, ആ നിയമത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹു ചെയ്ത നിയമത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിനെ ഞങ്ങൾ സ്തുതിക്കുമ്പോ എന്തറിയിക്കൂ? ഈ നിയമത്തുകള് എങ്ങനെയുള്ള നിയമത്തുകളാണ്? ആ നിയമത്തുകളുടെ മേലുള്ള ഹംദ് അറിയിക്കും. എന്താ നിയമത്ത് ഇനിയും കൂട്ടിയിട്ടുണ്ട്. കാരണം ഈ സ്തുതിക്കാനുള്ള കഴിവും കൂടി അള്ളാഹ് തന്നില്ല. അപ്പൊ അള്ളാഹിന് ഈ ഹംദ് ചെയ്യുമ്പോ ഈ ഹംദ് അറിയിക്കുന്നുണ്ട്. എന്ത്? നിയമത്ത് ഇപ്പൊ കുറച്ചും കൂടി കൂട്ടി തന്നിക്കണ്. കാരണം എന്തിനുള്ള കഴിവും കൂടി തന്നിപ്പോ? അള്ളാഹു ആദ്യം ഒരു നിയമത്ത് തന്നു, ആ നിയമത്തുകള് കുറെ തന്നു. അതിനെ നമ്മൾ സ്തുതിക്കുമ്പോ എന്തറിയിക്കും? വീണ്ടും നിയമത്തെ കൂട്ടിയിക്കണ് എന്നറിയിക്കുന്ന ഹംദാണ്. എങ്ങനെയുള്ളതായ ഹംദാണ്? യുഅ്ദിനുൽ ഹംദ്, ആ നിയമത്തുകളുടെ മേലെ ചെയ്താൽ ഹംദ് അറിയിക്കും. വിസ്ദിയാദിഹ, ഐ യുഅ്ലിമു, ഈ ഹംദ് അറിയിക്കും. സിയാദത്തിഹ, ആ നിയമത്തുകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നറിയിക്കും. സിയാദത്തിഹ, നിയമത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥം കിട്ടും. എന്നല്ല ഇട്ടത്. സിയാദത്തിനെക്കാട്ടിയും ബിസ്ദിയാദി എന്നിട്ടപ്പോ എന്താർത്ഥം കിട്ടും? കൂടുതൽ വർദ്ധിപ്പിച്ചു. കാരണം പദങ്ങളുടെ വർധനവ്
അർത്ഥത്തിന്റെ വർധനവിന്റെ മേലെ അറിയിക്കും. സിയാദത്തിനെക്കാട്ടിയും ഇസ്തിയാദിന് എന്തുണ്ടാകും? കൂടുതൽ വർധനവ് അർത്ഥം ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അത് ഇട്ടത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഈ ഹംദ് എന്തിന്റെ മേലെ അറിയിക്കും? നിയമത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ മേലെ അറിയിക്കും. എന്തുകൊണ്ട്? അന്നഹു, കാരണം ഈ ഹംദ്, ഇപ്പൊ ചെയ്യുന്ന ഹംദ് അത് നിക്ഷിപ്തമാണ് അലൽ ഇൽഹാമി ലഹു, ഹംദിനിക്ക് തോന്നിപ്പിക്കലിന് മേലെ. അള്ളാഹു എന്ത് ചെയ്യണ്ടേ? ഈ ഹംദ് ചെയ്യാൻ നിക്ഷിപ്തമാണ്. ഹംദിനിക്ക് അള്ളാഹു എന്ത് ചെയ്യാൻ? ഇൽഹാമ് ചെയ്താലല്ലേ ഹംദ് ചെയ്യുള്ളൂ. അപ്പൊ അള്ളാഹു പുതിയൊരു അനുഗ്രഹം ചെയ്തിട്ടില്ല. ഹംദിന്റെ മേലെ എന്തും ചെയ്തിക്കണത്? കഴിവും തന്നിക്കണത്. കാരണം ഈ ഹംദ് മുതവഖിഫുൻ, നിക്ഷിപ്തമാണ്. ഇൽഹാമി ലഹു, എന്തിന്റെ മേൽ നിക്ഷിപ്തമാണ്? ഹംദിനിക്ക് അള്ളാഹു തോന്നിപ്പിക്കലിന് മേലും അതിന്റെ മേലെ ഈ രണ്ട് കാര്യം, ഇൽഹാമും ഇഖ്തിദാറും, അത് അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽ പെട്ട തന്നെയല്ല. മനസ്സിലായ? അപ്പോൾ ഈ രണ്ട് അനുഗ്രഹവും തേടും, ഇൽഹാമും ഇഖ്തിദാറും തേടും വേറൊരു ഹംദിന്. ഈ ഹംദ് ചെയ്തപ്പോ, അള്ളാഹു ചെയ്ത നിയമത്തിന് ഹംദ് ചെയ്തപ്പോ, ഹംദിന് എന്തിന്റെ മേലെ അറിയിക്കണ്ട്? എന്തിന്റെ മേലെ അറിയിക്കും? അങ്ങനെ താവണം. ഹംദിനെ തേടും, പുതിയൊരു ഹംദിനെ തേടും. അപ്പൊ ഹംദ് ചെയ്തപ്പോ അത് എന്തിന്റെ മേലെ അറിയിച്ചു? ആ ഹംദിനിക്ക് അള്ളാഹ് കഴിവ് തന്നു എന്നതിന്റെ മേലെ അറിയിച്ചു. ഹംദിനിക്ക് അള്ളാഹു ഇൽഹാം ചെയ്തു എന്നതിന്റെ മേലും അറിയിച്ചു. അള്ളാഹു നിയമത്ത് വർദ്ധിപ്പിച്ചു എന്നതിന്റെ മേലെ അറിയിച്ചു. അപ്പൊ ഇൽഹാമും ഇഖ്തിദാറും തേടണ്ടേ പുതിയൊരു ഹംദിന്. അപ്പൊ ഒരു പുതിയ ഹംദ് കൂടി ചെയ്യണം. അപ്പൊ അല്ലെ, അഹമ്മദ് കല്ലാന്ന് പറയാനുള്ള കഴിവ് തന്നതിനൊരു അഹമ്മദ് കല്ലും കൂടി കൊടുക്കണം. അപ്പൊ പുതിയൊരു ഹംദ് കൂടി ചെയ്തെടുത്താലെന്നാല് അൽഹംദുലില്ലാഹ്. ആ പുതിയൊരു ഹംദ് അൽഹംദ എന്ന് പറഞ്ഞില്ലേ, പുതിയൊരു ഹംദ്. ആ പുതിയൊരു ഹംദ് മുഅ്ദിനും ബിസ്സിയാദ, അത് കൂടുതൽ സിയാദത്തിന് അനുഗ്രഹം വർദ്ധിപ്പിക്കലിന്റെ മേലെ അറിയിക്കും. ഈ ഹംദ് പുതിയൊരു ഹംദ് കൂടി കൊടുത്തിട്ടാ, അത് മുഅ്ദിനും ബിസ്സിയാദത്തി, നിയമത്തെ വർദ്ധിപ്പിക്കലിന് മേലെ അറിയിക്കും. മുഅ്ദിനും ബിസ്സിയാദത്തി, അത് പുതിയ നിയമത്തിന്റെ മേലെ അറിയിക്കും. അൽ മുഖ്തദിയത്തിൽ ഹംദി ആയതൻ, അത് അപ്പൊ നിയമത്ത് കൂടുതൽ തന്നതിന്റെ മേലെ അറിയിക്കുമ്പോ അൽ മുഖ്തദിയത്തി, അത് ഏതായ സിയാദത്താണ്? അത് തേടുന്നതായ വേറൊരു ഹംദിന് ആയതാം വീണ്ടും. അങ്ങനെ പിന്നെ ഹംദ് ചെയ്താല് പിന്നെ നിയമത്ത് കൂട്ടിന്ന് അറിയിക്കും. അങ്ങനെയാണ് ഇപ്പൊ സംഭവം ഉള്ളത്. എന്താ ചെയ്യഞ്ഞ്? ഹലുമ്മ, നീ തുടർന്നോ വലിച്ചതായ നിലക്ക് ഇനി അങ്ങനെ പറഞ്ഞു പോകാം. അത് വേറെ സിയാദത്തിന്റെ മേലെ അറിയിക്കും, അത് ഹംദിനെ തേടും. അത് ആ ഹംദ് സിയാദത്തിന്റെ മേലെ അറിയിക്കും, അത് ഹംദിനെ തേടും. ഹലുമ്മ എന്താണ് അർത്ഥം? തുടർന്നോ ജർറൻ, അറ്റമില്ല. അള്ളാഹിന്റെ നിയമത്തുകൾക്ക് അറ്റല്ല. ഹത്തായൂക്കഫ്, അപ്പോഴെല്ലാം സ്റ്റോപ്പ് ചെയ്യപ്പെടുള്ളൂ. അതിനെ ഹംദ് ചെയ്തുകൊണ്ട്, ആ ഒരു നിയമത്തിന്, ലാസ്റ്റത്തെ നിയമത്തിന് ഹംദ് ചെയ്തുകൊണ്ട് എന്നാലേ എന്താക്കാൻ പറ്റുള്ളൂ, അവിടെ വഖഫ് ചെയ്യപ്പെടുള്ളൂ. അതിനെ വഖഫ് ചെയ്യാൻ അറ്റല്ല. അപ്പോഴല്ലേ വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ, സ്റ്റോപ്പാക്കാൻ കഴിയുള്ളൂ. ഹംദി അലൈഹ, ആ ഒരു നിയമത്തിന് ഹംദ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു അറ്റമില്ല.
അലേഹ എന്ന് പറഞ്ഞാല് ബലഗായത്തിൽ നിഅമി എന്ന് പറഞ്ഞാൽ നിയമത്തിലേക്ക് മടിക്കാൻ മതി. നിയമത്തിനൊക്കെ അറ്റമില്ല, അപ്പോഴല്ല ആ നിയമത്തിന്റെ മേൽ സ്റ്റോപ്പ് ചെയ്യപ്പെടുള്ളൂ. വഇൻ തഉദ്ദു അദ്ദ യഉദ്ദു തഉദ്ദു നിങ്ങൾ എണ്ണിയാൽ അല്ലാഹുവിന്റെ നിയമത്തിനെ തഹ്സുല്ല ലാ തുഹ്സു അഹ്സ യുഹ്സി എന്നാണ്, അഫ്അല യുഫ്ഇലു വസനാണ്. അപ്പൊ നമ്മണ്ടാല് ലാ അഹ്സ യഹ്സുനല്ല കൃത്യപ്പെടുത്തുന്നുണ്ട്. അഹ്സ യുഹ്സി തുഹ്സു നിങ്ങൾ കൃത്യപ്പെടുത്താൻ സാധിക്കൂല. നിങ്ങൾ എണ്ണിയാൽ അല്ലാഹുവിന്റെ നിയമത്തിന് ലാ തുഹ്സുഹ. വസ്ദാദ ഇസ്ദാദ എന്ന വാക്ക് അല്ലാസിമു അത് ലാസിമായ ഇസ്ദാദയും ദാദയും ഇസ്ദാദക്കും ദാദക്കും വർദ്ധിച്ചു എന്ന് അർത്ഥമുണ്ട്, വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്. ദാദക്കെ വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്, ഈ ലാസിമു എന്ന് പറഞ്ഞ സാദന്റെ സിഫത്തായിരിക്കട്ടെ. ഇസ്ദാദക്ക് വർദ്ധിച്ചു എന്നായിരിക്കും. സാദക്ക് വർദ്ധിപ്പിച്ചു എന്ന് അർത്ഥമുണ്ട്, വർദ്ധിച്ചു എന്ന് അർത്ഥമുണ്ട്. സാധന ലാസിമായിട്ട് മുതാദ്ദിയായിട്ട് ഉപയോഗിക്കലുണ്ട്, ഇസ്താദന ലാസിമായിട്ട് ഉപയോഗിക്കലുള്ളൂ എന്ന് മനസ്സിലായ. ഇസ്താദന്റെ അർത്ഥം എന്താണ്? വർദ്ധിച്ചു. സാദക്കും വർദ്ധിച്ചു എന്ന് അർത്ഥം വെച്ചോ, വർദ്ധിപ്പിച്ചു എന്നും അർത്ഥമുണ്ട് സാദക്ക്. സാദ ഇവിടെ ലാസിമാണ്. ഇസ്ദാദ എന്നതും സാദ എന്നതും ലാസിമു അത് വർദ്ധിച്ചു എന്നർത്ഥമല്ല, വർദ്ധിപ്പിച്ചല്ല. ലാസിമായ സാദയും പിന്നെ മറ്റേ ഇസ്ദാദയും സാദയുടെ മുത്താബികളാണ് രണ്ടും. മുത്താബിആനി എന്നാണ് പറഞ്ഞതാ. ഇവ രണ്ടുമാകുന്നത് മുത്താബിആനി. മുത്താബിആ സാദ അൽ മുത്താദ്ദി. മുത്താദ്ദിയായ സാദന്റെ വർദ്ധിപ്പിച്ചു എന്ന അർത്ഥമുള്ള സാദന്റെ മുത്താബിയാണ്. വൈപ്പട്ടുണ്ടായ ഫീലുകളാണ്. വർദ്ധിപ്പിച്ചപ്പോ എന്തായി? വർദ്ധിച്ചു. സാധാരണ വർദ്ധിച്ചു, സാധാരണ ആദ്യത്തെ സാദയും വർദ്ധിച്ചു. വർദ്ധിപ്പിച്ചു എന്ന അർത്ഥമുള്ള മുത്താദ്ദിയായ സാദയുടെ മുത്താവിയായ ഫീലുകളാണ്. മുത്താവിയായ ഫീല് പറഞ്ഞാൽ അതിനാൽ ഉണ്ടായ ഫലനമായിട്ടുണ്ടാവുന്നത്. വർദ്ധിപ്പിക്കുമ്പോ ഫലനമായിട്ടുണ്ടാവുന്നതാണ് വർദ്ധിക്കൽ. മനസ്സിലായ? നിസ്ദിയാദ്യ എന്ന് പറഞ്ഞാൽ നിയമത്തെ വർധനവിന്റെ മേലെ അറിയിക്കുന്നെന്ന് വെച്ചോ. അപ്പൊ വർദ്ധിപ്പിക്കലിന്റെ മേലല്ല, വർദ്ധിക്കലിന്റെ മേലെ അറിയിക്കുന്നു. മനസ്സിലായ? വർദ്ധിക്കലിന്റെ മേല് അറിയിക്കുന്നു. എന്തല്ല? വർദ്ധിക്കലിന്റെ മേല് എന്തല്ല? വർദ്ധിപ്പിക്കലിന്റെ മേലെ നിന്ന് ആണില്ല. പിന്നെ തഖൂലു നീ പറയൂ സാദല്ലാഹു നിഅമ അലയ്യ. സാദല്ലാഹു അല്ലാഹു വർദ്ധിപ്പിച്ചു. അവിടെ മത്താദ്യാക്കിട്ട് നിയമത്തിന് എനിക്ക് ഫദ്ദാദത് അത് വർദ്ധിച്ചു. അപ്പോൾ അത് വർദ്ധിച്ചു. അതെ, അത് വർദ്ധിച്ചു. സാദ രണ്ടർത്ഥം വന്നല്ല. പിന്നെ ഒരു മഫൂലിലേക്കാണ് അവിടെ ഇട്ട് വരുന്നത്. സാദല്ലാഹു ഫൈല് അന്നിഅമ എന്ന മഫൂല്. മറ്റേ അപ്പൊ ഇതിന് മറ്റേ മഫൂൽ ഉണ്ടാവില്ല, അതൊക്കെ മഫൂൽ ഉണ്ടാവില്ല. വർദ്ധിച്ചു എന്ന് പറഞ്ഞവിടെ എന്തിനെന്ന് പറയേണ്ട ആവശ്യമില്ല. വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ എന്തിനെന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായ? ചില സാധുണ്ട് രണ്ട് മഫൂലിലേക്ക് ഇട്ട് എടുക്കണം. റബ്ബി സിദ്നി ഇൽമാ എന്ന് പറഞ്ഞിട്ട് സിദ് നീ ഇൽമാ, നീ ഇൽമാ രണ്ട് മഫൂലിലേക്ക് ഇട്ടണം. എനിക്ക് വർദ്ധിപ്പിക്കണേ, ഇൽമിനെ വർദ്ധിപ്പിക്കണം. അവിടെ രണ്ട് വകുപ്പുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല, ഇതൊന്നും വകുപ്പിലാണ്. സമയമില്ല. വനുസല്ലി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു
അല്ല നഹ്മദുക്കല്ലാഹുമ്മ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതേ ശൈലിയിൽ തന്നെ നുസല്ലി എന്ന് പറയണം. നമ്മുടെ സ്വലാത്ത് ചൊല്ലുന്നു അലാ നബിയിക, നിന്റെ നബിയുടെ മേലിൽ. ആ മിനസ്സലാത്തി അലൈഹി, ഇത് സ്വലാത്ത് അലൈഹി എന്ന മസ്ദറിൽ നിന്നുള്ളതാണ്. സ്വല്ലാഹി സ്വല്ലി സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് ചെല്ലൽ എന്നല്ലേ. ഇനി ഇങ്ങോട്ട് അല കൊണ്ടാണ് വിട്ട് കിടക്കല്. അവന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ നബിക്ക് സ്വലാത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വല്ലക്കാന്നല്ല പറഞ്ഞത്, സ്വല്ലാക്കാന്നല്ല. പിന്നെ സ്വല്ല അലൈക, സ്വല്ല അലൈഹി, സ്വല്ല, മനസ്സിലായ? അദ്ദേഹത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലി എന്നല്ലേ എങ്ങനെ പറഞ്ഞേ? സ്വല്ല അലൈഹി, സ്വലാത്ത് അലൈഹി, മനസ്സിലായ? അലട്ട് കണ്ട് വിട്ട് കിടക്കണ ഫീൽപ്പെട്ടതാണെന്ന് അർത്ഥം. അപ്പൊ സ്വലാത്ത് അലൈഹിൽ നിന്ന് പിടിച്ചതാണ്. നമ്മള് ലൗറിസ്കരിച്ചു എന്ന് പറയുമ്പോ സല്ലല്ലുഹ്റ അലുണ്ടാവില്ല അവിടെ. നിസ്കാര എന്ന അർത്ഥത്തിലുള്ള സ്വലാത്തിൽ എന്തില്ല? അലയില്ല. നിബിധങ്ങളെ വലിയ സ്വലാത്തിന്റെ അവിടെ സല്ല അലൈഹി എന്നുണ്ടാവും. പിന്നെ രണ്ട് സ്വലാത്തുണ്ട്. സല്ല 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 അലൈഹി ഉണ്ട്, അലൈഹി ഇല്ലാത്ത സല്ലുണ്ട്. നിസ്കാരൊക്കെ സല്ലാണ്, അലൈഹി ഇല്ലാത്ത സല്ല. അപ്പൊ ഇവിടെ ഏത് സല്ലാണ് എന്ന് പറയണേ? സലാത്ത് അലൈഹിൽപ്പെട്ട ആ ഫീലിൽപ്പെട്ട ആ മസ്ദറിൽ നിന്നുള്ളതാണ്. അൽ മഅ്മൂരി ബിഹ, എങ്ങനെയുള്ള സ്വലാത്താണ്? ഈ മിനസ്സലാത്ത് അലൈഹിന്റെ സിഫത്തായിരിക്കും. സ്വലാത്ത് അലൈഹിൽ നിന്നുള്ളതാണ്. ഏതായ സ്വലാത്ത് അലൈഹി? അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടതായ, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടതായ സ്വലാത്ത് അലൈഹിൽ നിന്നുള്ളതാണ്. അള്ളാഹു സ്വലാത്ത് എല്ലുണ്ടല്ലോ വിധങ്ങൾക്ക്, അത് കൽപ്പിച്ചതാണ്. അള്ളാഹിനോട് ആരെങ്കിലും ഇല്ല. നമ്മളെ സ്വലാത്താണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നതാണ്. അത് കൽപ്പിക്കപ്പെട്ട ഒരു സ്വലാത്ത് അലൈഹിൽ നിന്നുള്ളതാണ്. പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മ, സ്വലാത്ത് കൊണ്ടുള്ള പ്രാർത്ഥന. സ്വലാത്ത് പറഞ്ഞാൽ റഹ്മത്ത്. അപ്പൊ റഹ്മത്ത് കൊണ്ടുള്ള ദുആ എന്താ? അദ്ദുആഉ ബിസ്സലാത്ത്. സ്വലാത്ത് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം എന്താ? റഹ്മത്ത്. മനസ്സിലായ? അദ്ദുആഉ ബിസ്സലാത്ത്, റഹ്മത്ത് കൊണ്ടുള്ള പ്രാർത്ഥന. അലൈഹി, നബി തങ്ങളുടെ മേലിൽ റഹ്മത്ത് ചെയ്യാനുള്ള പ്രാർത്ഥന. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ബഹുമാനത്തോട് കൂടെയുള്ള റഹ്മത്താട്ടാ. അലിഫ്ലാമിന് എന്താ അർത്ഥണ്ട്? അർറഹ്മത്ത്. ഏത് റഹ്മത്ത്? ആ റഹ്മത്ത്. ഏത് റഹ്മത്ത്? ബഹുമാനത്തോടെ അന്വയിച്ച റഹ്മത്ത് കൊണ്ടുള്ള പ്രാർത്ഥന. മറ്റേത് ഒരു ഇസ്കാല് വരും. എല്ലാ റഹ്മത്ത് കൊണ്ടുള്ള പ്രാർത്ഥന അല്ലല്ല. സ്വലാത്തിന്റെ ശരിക്കർത്ഥം എന്താണ്? ബഹുമാനത്തോട് കൂടെ ഉള്ള റഹ്മത്ത് കൊണ്ടുള്ള പ്രാർത്ഥന എന്നാണ്. അപ്പൊ അവിടെ അർറഹ്മത്തിന്റെ അലിഫ്ലാമിൽ എന്തർത്ഥണ്ട്? മൂപ്പരെന്ത് പറയേണ്ടതായിരുന്നു? റഹ്മത്തിൽ മക്റൂനത്തി ബിത്തഅലീമി എന്ന് പറയേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ പറയാത്തത് എന്തുകൊണ്ടാ? അതിന് അലിഫ്ലാമിന് എന്തർത്ഥണ്ട്? ആ അഹദിന്റെ അലിഫ്ലാമാണ്. ആ റഹ്മത്ത് എന്ന്, ബഹുമാനമുള്ള റഹ്മത്ത് എന്ന് ഒരർത്ഥം കൊടുത്താൽ മതി. ഇസ്കാലുണ്ട് ഇവിടെ. ഇവിടെ മൂപ്പര് എന്ത് പറഞ്ഞില്ലല്ലോ? അദ്ദുആഉ ബിസ്സലാത്തി കൈർ റഹ്മത്തിൽ മക്റൂനത്തി ബിത്തഅലീമി എന്ന് പറയാതെ റഹ്മത്തി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബഹുമാനമുള്ള പ്രാർത്ഥനക്കല്ലേ നമ്മൾ സ്വലാത്ത് എന്ന് പറയുള്ളൂ, റഹ്മത്തിനല്ലേ പറയുള്ളൂ. അതിന് പറയാണ് അർറഹ്മത്തിന് എന്തർത്ഥണ്ട്? അലിഫ്ലാമിന് എന്തർത്ഥണ്ട്? അഹദിന്റെ അലിഫ്ലാമാണ്. പിന്നെന്താ? അങ്ങനെ സ്വലാത്തല്ലെന്നുള്ള തെളിവെന്താ? അഖ്ദം മിൻ ഹദീസി, ഹദീസിൽ നിന്ന് പിടിച്ചതിന് വേണ്ടി.
എന്താ ഹദീസ്? അമറന, അമറ, അമറ, ഫഅല, നമ്മളോട് കൽപ്പിച്ചു, അൻ നുസല്ലിയ, നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ, അങ്ങയുടെ മേലിൽ. സഹാബികൾ ചോദിച്ചാണ്, അമറനല്ല, അല്ലാഹ് ഞങ്ങളോട് കൽപ്പിച്ചു അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ, അൻ നുസല്ലിയ അലൈക, അവിടെ അലൈക്കത്താ പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ മനസ്സിലായി സ്വലാത്ത് അലൈഹിൽ നിന്നുള്ള പദമാണിത് എന്നുള്ളതിന് മനസ്സിലാവും. നമ്മളോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലെ? ഇതിപ്പോ അഖദ് എന്ന് പറഞ്ഞ വാക്ക് എന്തിനാ പറയുന്നത്? ഞാനും അസ്സലാത്ത് അലൈഹിയാണ് ഇതിനർത്ഥം കൊടുത്തത്. ഇതിന് ഏത് പദത്തിൽ നിന്ന് പിടിച്ചതാന്നാ പറഞ്ഞത്? മഅ്മൂര് ബിഹിയാണെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെയുള്ള തെളിവ് പറയാണ്. അഖദൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്, അഖദൻ പിടിച്ചതിന് വേണ്ടിയാണ്. ഹദീസിൽ നിന്നും സഹാബികൾ പറയാണ്, അമറാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളോട് അല്ലാഹ്, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ അങ്ങയുടെ മേലിൽ. ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് അങ്ങയുടെ മേലിൽ? കാലാപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഓലോ നിങ്ങൾ ചൊല്ലൂ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മനസ്സിലായ? അപ്പൊ ഇവിടെ എന്തൊക്കെ വന്ന് അമ്രുണ്ട് എന്നുള്ള മഅ്മൂർ ബിഹിയാണെന്നുള്ള വന്നില്ല. നേരത്തെ മുസന്നിഫ് പറഞ്ഞു, ഷാരിഹ് പറഞ്ഞ അതുപോലെ സ്വലാത്ത് അലൈഹി എന്ന പദത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞത് വന്നില്ല. അതൊക്കെ പറയാൻ വേണ്ടിയാണ് അഖദ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാന വിശദീകരണമൊക്കെ ഈ ഹദീസിൽ നിന്ന് കിട്ടും. സ്വലാത്ത് അലൈഹി എന്നാണ് അതിന് പറയലെന്നും അതിൽ നിന്ന് പിടിച്ചതാണെന്നും മഅ്മൂർ ബിഹിയാണെന്നൊക്കെ പറഞ്ഞല്ല. മനസ്സിലായ? അത് ഇതിന് കിട്ടും. റവാഹു ശൈഖാനി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട്. പിന്നെ ഇല്ലാ സദറഹു നസ്ബയും ഇല്ലന്റെ ശേഷം അതിന്റെ ആദ്യ ഭാഗത്ത് ബുഖാരി മുസ്ലിം അല്ല, അതിന്റെ ഫസ്റ്റ് ഭാഗമായി ഈ ഹദീസിന്റെ. അത് മുസ്ലിം മാത്രമാണ്. ഏത്? അമറന നുസല്ലി അലൈക എന്നൊക്കെ പറഞ്ഞ പദേ ഇത് മുസ്ലിമിലുള്ളത്. മുസ്ലിം. പിന്നെ മുസ്ലിം ഇമാമ് നൈസാബൂരിൽ ജനിച്ചു 206 ഹിജ്റ. ഷാഫി ഇമാമ് ജനിച്ചത് 150-ലല്ല, 200 ശേഷം മരണപ്പെട്ടിരുന്നു 2-ലൊക്കെ. 206-ലാണ് മുസ്ലിം ഇമാമ് ജനിച്ചത്. മനസ്സിലായ? ബസ്ര, ബഗ്ദാദ്, കൂഫ, ഇജാസ്, മക്ക, മദീന, ഷാം, മിസ്ർ, റിയ്യ്, മറ്റു പല സ്ഥലത്തേക്കും യാത്ര പോയി ഹദീസ് പഠിച്ചു. ബുഖാരി ഇമാമിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, യഹ്യ ഇബ്നു മഈനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിന്ന് പഠിച്ചിട്ടുണ്ട്, ഇസ്ഹാഖ് ബിൻ റാഹവയിൽ നിന്ന്, മുഹമ്മദ് ബിൻ മുസ്ലിം സുഹരി ഇമാമിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മൂപ്പര് തൊഴിലെടുത്താണ് ജീവിച്ചത്. മൂപ്പര് തൊഴിലുണ്ടായിരുന്നു. അപ്പം ഇൽമ് മൗലവിമാർക്ക് എന്തോ ഉണ്ടാകാം, തൊഴിലുണ്ടാകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ഒരാളത് കാത്തുക്കണ്ടല്ലോ. ബഖാൻ മഹ്മസ് യബിയുഫിൽ ബസ്സ വല നല്ല എക്സസൈസ് ആയിരുന്നു. എക്സസൈസ് ഒന്ന് വിൽപ്പന. കാമ നല്ല മുഖം ഭംഗിയുള്ള, നല്ല വസ്ത്രമൊക്കെ നല്ല ഭംഗിയുള്ള, ഇർഹി തെറുപ്പ ഇമാമത്ത് വൈനകത്ത് 2 തലപ്പാവ്, നല്ല വാലുള്ള തലപ്പാവ് ഉണ്ടാവും. ക്രിസ്ത്യാനിവൽക്കരണി, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളായിരുന്നു. ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഒന്ന് സ്വഹീഹ് മുസ്ലിം, ഗുനാം അൽ അസ്മാ എന്നൊരു കിതാബുണ്ട്, തബഖാത്തുൽ മുഖയ്യിദാത്തു വൽ അഹ്നാൻ എന്ന കിതാബുണ്ട്. ഇവരുടെ ശിഷ്യന്മാർ ഒന്ന് ഇമാം തിർമിദി, മുസ്ലിം ഇമാമിന്റെ ശിഷ്യനാണ് ആര്? ഇമാം തിർമിദി. ഇബ്നു ഖുസൈമ, അബൂ ഹാത്തിം റാസി. 261-ൽ വഫാത്തായി. എത്ര വയസ്സ്? 261-ൽ വഫാത്തായി. 60 വയസ്സ് പൂർത്തിയായിട്ടില്ല. 206-ൽ ജനിച്ചു. എത്ര വയസ്സാണ്? നൈസാബൂറിലാണ് ഖബർ. നസ്രാബാദ് എന്ന സ്ഥലത്ത്. മതിയാ? ഒരട്ടം നോക്കി പോയാ